എന്താടോ എല്ലാരും ഒന്ന് അങ്ങോട്ട് വന്ന് നോക്ക്. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ചേച്ചിയും ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് കൊളാബ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ആണ് മക്കളെ നിങ്ങൾ കാണേണ്ടത്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇവരിവിടെ നമുക്കൊന്നും തിരിയിടില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഇതൊരു അവർ ചെയ്തേക്കുന്ന ഒരു അഭിനയമാണ് അല്ലെ? അത് മനസ്സിലാക്കാൻ ഇവിടെയുള്ള പല ആളുകൾക്കും പറ്റുന്നില്ല. മാത്തമാറ്റിക്സ് രണ്ടും കണക്ക് തന്നെ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. കാര്യം ഇത്രയും ക്യാമറമാനും ഇത്രയും ചുറ്റുപാട് ഒരു പബ്ലിക് പ്ലേസിൽ നിന്നിട്ടാണ് അവർ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയപ്പോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ അമിക്ക് ദൂരെ പിണ്ടം പോലെ അങ്ങ് മിണ്ടാതെ ഇരുന്നോണം. കരഞ്ഞു കരഞ്ഞ് ജീവിതം തീർക്കണം. ഈ ഒരു സെറ്റപ്പാണ് കുറെ നാറികളുടെ ഒരു രീതി. അപ്പോ സുധിച്ചേട്ടനെ പാവം തോന്നണം. ജീവിച്ചിരുന്ന കാലത്ത് വേറെ ഒരു ആണിനെ തൊടിക്കാതെ കൊണ്ട് നടന്നതല്ലേ? എടോ, ആക്ടിങ് വേറെ, ലൈഫ് വേറെ. എന്റെ സുധിച്ചേട്ടനെ എനിക്കറിയാം. അതായത് രേണു തന്നെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ഒരു ആണിനെയും കൊണ്ട് തൊടിയിപ്പിക്കാതെ സുധിച്ചേട്ടൻ കൊണ്ട് നടന്നെന്നാണ് പറയുന്നത്. ആ ഒരു സാധനത്തിനെ നിങ്ങൾ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന ടൈമിൽ അങ്ങനെ ചെയ്തു, ഇന്ന് അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അങ്ങനത്തെ ഉള്ള കമന്റ്സിന്റെ ഒക്കെ ഒരു ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത് കണ്ടപ്പോ സുധിച്ചേട്ടനെ പാവം, അതൊന്ന് ജീവിച്ചിരുന്ന കാലത്ത് വേറെ ഒരു ആണിനെ തൊടിക്കാതെ കൊണ്ട് നടന്നതല്ലേ? മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്, കുഴപ്പമില്ല, ശരിയാവും. ഈ കമന്റ് ബോക്സിൽ കിടന്ന ഈ കുരയ്ക്കുന്ന ആൾക്കാര് അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട്? എന്തേ? 1 രൂപയുടെ ഒരു മുട്ടായി എങ്കിലും നിങ്ങൾ ആരെങ്കിലും സഹായം ചെയ്ത് കൊടുത്തിട്ടാണോ നിങ്ങൾ ഈ കമന്റ്സ്? ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പിന്നെ ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെ നിരന്തരം ആൾക്കാർ ഇടുന്നതിന് മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ? നമ്മുടെ കാലഘട്ടം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പല ആളുകളുടെ മൈൻഡ് സെറ്റ് ആ ഒരു കാലത്ത് തന്നെ നിൽക്കുകയാണ്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണം.